രാഷ്ട്രീയം എന്നാൽ വെറും അടിയും തിരിച്ചടിയും മാത്രമല്ല, എതിരാളികളെ ചിരിച്ചുകൊണ്ട് നിഷ്പ്രഭമാക്കുക എന്നത് ഒരു കലയാണ്. ആ കലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോളം വൈദഗ്ധ്യം ഇന്നത്തെ രാഷ്ട്രീയത്തിൽ മറ്റാർക്കുമില്ല. ഇന്നലെ രാജ്യസഭയിൽ കണ്ടതും അതാണ്. തൊണ്ടുപൊട്ടുമാറ് മുദ്രാവാക്യം വിളിക്കുന്നവരോട് ദേഷ്യപ്പെടുകയല്ല, മറിച്ച് അവരോട് ചിരിച്ചുകൊണ്ട് സഹതപിക്കുകയാണ് മോദി ചെയ്തത്. കാണിക്കുന്നത് ശരിക്കും അനുതാപമാണോ ആക്ഷേപമാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ എതിരാളികൾ കുഴഞ്ഞു പോകുന്നു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി. അദ്ദേഹം എഴുന്നേറ്റതു മുതൽ പ്രതിപക്ഷം ബഹളം തുടങ്ങി. പ്രസംഗം തടസ്സപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ മോദി പതറിയില്ല. ബഹളത്തിനിടയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായ മല്ലികാർജുൻ ഖാർഗെയെ നോക്കി ഒരു ഓഫർ വെച്ചു. ഖാർഗെജി, താങ്കളുടെ പ്രായം കണക്കിലെടുത്ത് താങ്കൾക്ക് വേണമെങ്കിൽ ഇരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിക്കാം. ഈ ഒരൊറ്റ വാചകത്തിൽ സഭയുടെ മൂഡ് മാറി. മോഡിയുടെ ആത്മവിശ്വാസവും നർമ്മബോധവും അവിടെ മുഴച്ചു നിന്നു. എന്നാൽ ഈ തമാശയുടെ സ്പിരിറ്റ് പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ ഉത്തരം മുട്ടിയ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി പോവുകയാണ് ചെയ്തത്. മോഡി അവിടെയും അവരെ വെറുതെ വിട്ടില്ല. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ, അതുകൊണ്ട് അവർ പോയി, അവർക്ക് മടുത്തു എന്ന് പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗം തുടർന്നു. പ്രതിപക്ഷത്തിന്റെ ഇത്തരം ബഹളങ്ങളോട് മോദി ഇതാദ്യമായല്ല ഇത്ര കൂളായി പ്രതികരിക്കുന്നത്. 2024 ജൂലൈയിൽ ലോക്സഭയിൽ സമാനമായ ഒരു സംഭവമുണ്ട്. അന്ന് മോഡിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് തൊണ്ടപറ്റിയ പ്രതിപക്ഷ എംപിമാർക്ക് ഒരു ഗ്ലാസിൽ കുടിവെള്ളം നീട്ടിയത് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയായിരുന്നു. അന്ന് ആ വെള്ളം വാങ്ങി കുടിച്ച് ദാഹം മാറ്റിയിട്ടാണ് അവർ വീണ്ടും മോഡിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചത്. ക്ഷമയുടെയും പക്വതയുടെയും കാര്യത്തിൽ താൻ നിൽക്കുന്നത് എത്രയോ ഉയരത്തിലാണെന്ന് മോദി അന്നും തെളിയിച്ചതാണ്. ഇവിടെയാണ് രാജ്യം ചിന്തിക്കേണ്ടത്. ഒരു തമാശയെ തമാശയായി കാണാനോ ക്രിയാത്മകമായ ഒരു മറുപടി നൽകാനോ അല്ലെങ്കിൽ മറ്റൊരു തമാശ കൊണ്ട് മറുപടി പറയാനോ കഴിയാത്തവരാണ് രാജ്യം ഭരിക്കാൻ വെമ്പൽ കൊള്ളുന്നത്. രാഹുൽ ഗാന്ധിയുടെ പക്വതയില്ലായ്മ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ മുഴുവൻ പക്വതയില്ലായ്മയായി മാറിയിരിക്കുന്നു. വർഷങ്ങളായി ഒരു നേതാവ് കാണിക്കുന്ന അപക്വമായ സ്വഭാവം ഒരു പകർച്ചവ്യാധി പോലെ ആ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളിലേക്കും പടർന്നു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മോദി സഭയിൽ സംസാരിച്ചത് ഇന്ത്യയുടെ കുതിപ്പിനെ കുറിച്ചാണ്. യൂറോപ്യൻ യൂണിയനുമായും അമേരിക്കയുമായും ഉണ്ടായ വ്യാപാര കരാറുകൾ രാജ്യത്തിൽ നൽകുന്ന സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചാണ്. ലോകം മുഴുവൻ ഇന്ത്യയെ ഉറ്റുനോക്കുമ്പോൾ പ്രതിപക്ഷം പഴയ ബൊഫേഴ്സ് കാലഘട്ടത്തിലെ അഴിമതി കഥകളുടെ ഹാങ് ഓവറിലാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് ശീലിച്ചവർക്ക് വികസനത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാവില്ല എന്നതിന് തെളിവാണ് ഇവരുടെ ഈ ഇറങ്ങിപ്പോക്ക്. ചുരുക്കത്തിൽ ഒന്നിനും വേണ്ടിയല്ലാതെ എതിർക്കാൻ വേണ്ടി മാത്രം എതിർക്കുന്ന ഒരു കൂട്ടം ആളുകളും രാജ്യത്തിന്റെ വികസനത്തിനായി കൃത്യമായ പ്ലാനോടെ മുന്നോട്ട് പോകുന്ന ഒരു ഭരണാധികാരിയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. സൗമ്യമായ നർമ്മം പോലും മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് രാജ്യത്തിന്റെ ഗൗരവകരമായ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. താങ്ക് യു.